നമുക്ക് നല്ലൊരു നാരങ്ങ അച്ചാറായാലോ? നോക്കാം. ആദ്യം തന്നെ നാരങ്ങ ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തതാണ്. എന്നിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ഒരു പാത്രത്തിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മളതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി കുറച്ച് ചേർത്തിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ നാരങ്ങയും പൊടികളെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാം. ഓക്കെ, ഞാൻ ഒരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ടേ. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാറിനൊക്കെ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്, അതാണ് രുചിയും. അപ്പോൾ നമ്മുടെ എണ്ണ താണ്ടേ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. കടുക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം, എത്രയും നല്ലതാണ്. നമ്മുടെ അച്ചാറിനൊക്കെ കടുകൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ കടുകും ചേർത്ത് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഞാൻ 1 ടീസ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട്. ഉലുവ ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ഇതായിട്ട് വന്നാൽ മതി, കൂടുതൽ മൂപ്പിച്ചൊന്നും എടുക്കണ്ട, പൊട്ടാനും വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് ഇട്ടാൽ ജസ്റ്റ് ചൂടായാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ താരമാണ് നമ്മുടെ ചെറിയ ഉള്ളി. ഒരു 10-15 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയും ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഗോൾഡൻ കളറാകുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് എനിക്ക് ഈ നാരങ്ങ അച്ചാർ. എന്ന് വെച്ചാൽ അച്ചാർ ഫാനൊന്നുമല്ല ഞാൻ, എനിക്ക് അച്ചാർ അങ്ങനെ ഇഷ്ടമില്ല കഴിക്കാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ അച്ചാർ ഞാൻ ഒരു ഇരിപ്പിനുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് അച്ചാർ. നമുക്ക് ആ നാരങ്ങയുടെ തൊലി വരെ കഴിക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, മധുരവും പുളിയും ഉപ്പൊക്കെ നല്ല സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ മാങ്ങ അച്ചാറിട്ടല്ല അതുപോലെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ട് ഇടുന്ന അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചുമ്മാ പറയുന്നതല്ലാന്ന്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി ഒരു ഗോൾഡൻ കളറിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഒരിച്ചിരി ഇളക്കി നിൽക്കണം. അതും നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്, ഈ ഒരു പാകത്തിലെത്താനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് വരില്ല, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇച്ചിരി സമയം എടുത്തിട്ടായാലും ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസാലകളാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം നാരങ്ങയിൽ ചേർത്തത് നമ്മുടെ എരിവുള്ള സാദാ മുളക് പൊടിയാണ്. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നല്ല കളറും നല്ലൊരു ഗ്രേവിയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിട്ട് കൊടുത്തു, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ നാരങ്ങയിൽ ചേർത്തു, അതിൻ്റെ ഒരു ബാലൻസായിട്ട് നമ്മൾ ഇതിലോട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി ഞാൻ ആദ്യമേ നാരങ്ങ ചേർത്ത് കൊടുത്തു, അതിൻ്റെ ആ ഒരു പാകം നോക്കിയിട്ട് നമ്മൾ ഇതിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് പൊടിയൊന്നും കരിയാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും, നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇതുപോലെ കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി കുറച്ച് ചേർക്കുന്നുണ്ട്. വിനാഗിരിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ
വിനാഗിരി മസ്റ്റാണ്. വിനാഗിരി കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അപ്പം അത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വിനാഗിരി ഒന്ന് ഇതായിട്ട് ഒന്ന് വറ്റുന്നൊരു പാകം അതുപോലെ ആയിട്ട് വരണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് മധുരമാണ്. നമ്മുടെ പുളിയും ഉപ്പും നാരങ്ങയുടെ ആ ഒരു കയ്പ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാനായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ആ ഒരു ടേസ്റ്റ് നോക്കുള്ളൂ. ടേസ്റ്റ് നോക്കുമ്പം കയ്പ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ അത് ബാലൻസ് ആവും. അപ്പം നല്ലൊരു സൂപ്പർ കിടുക്കാച്ചി അച്ചാറാണ്. ഞാൻ ചുമ്മാ പറയുമല്ല, സൂപ്പറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മുടെ 5 മണിക്കൂറിന് ശേഷം നമ്മളെടുത്ത നാരങ്ങയാണിത്. നാരങ്ങ നേരെ നമ്മൾ ചട്ടിയിലോട്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി നല്ല പോലെ ഇളക്കി നമ്മുടെ മസാലയും നാരങ്ങയും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഈ സമയം ഞാൻ ലോ ഫ്ലെയിമിലാണ്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിയൊക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കറക്റ്റായിരുന്നു, എനിക്ക് ഇത്രയും മതിയാവും. കൂടുതൽ ലൂസ് ആവേണ്ട, ഈ ഒരു തിക്നെസ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് നല്ല ഗ്രേവി കിട്ടും നമ്മുടെ അച്ചാറിന്. പിന്നെ എനിക്ക് ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉപ്പ് കറക്റ്റാണോ നോക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കണം. ഇതുപോലെ ട്രൈ ആക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.